എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 5-ാമത്തെ സർഗത്തിലെ 35ഉം 36ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. അരിഷ്ടൻ്റെ വധമൊക്കെ കഴിഞ്ഞ് എല്ലാ കുട്ടികളും കൂടി കളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് അവരവരുടെ മുറികളിൽ കിടന്ന് ഓരോരുത്തരും കിടന്നുറങ്ങി. ശ്രീകൃഷ്ണനും ഉറങ്ങി എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ സന്ദർഭം നിർത്തിയത്. ഇനി എന്താണ് അടുത്തതായിട്ട് വർണ്ണിക്കാൻ പോണതെന്ന് നോക്കാം. നമുക്ക് ആദ്യം 35ാമത്തെ ശ്ലോകം നോക്കാം. അനർഘരത്നാഭരണാഭിരാമ കൽഹാരമാലാമുരസാ വഹന്തി സ്വപ്നേ സമാലക്ഷ്യത തേന കാചിത് യാമേ തുരീയേ യുവതിർനിശായ. നമുക്ക് ആദ്യം പദച്ഛേദം നോക്കാം. അനർഘരത്നാഭരണാഭിരാമ കൽഹാരമാലാം ഉരസാ വഹന്തി സ്വപ്നേ സമാലക്ഷ്യത തേന കാചിത് യാമേ തുരീയേ യുവതി നിശായ. എന്താണ് ഭഗവാൻ രാത്രി കണ്ടത് എന്നുള്ളതാണ്. രാത്രിയുടെ അവസാന യാമത്തിൽ ഒരു കാഴ്ച കാണുകയാണ്, സ്വപ്നം കാണുകയാണ്. അതെന്തായിരുന്നു എന്നാണ് കവി പറയണത്. തേന കൃഷ്ണേന, ആ കൃഷ്ണനാൽ, കർമ്മണി പ്രയോഗമായിട്ടാണ് പറയണത്. ആ കൃഷ്ണൻ നിശായ തുരീയേ യാമേ, നിശായ എന്ന് പറഞ്ഞാൽ രാത്രിയുടെ, തുരീയേ യാമേ, തുരീയം എന്ന് പറഞ്ഞാൽ ചതുർത്ഥം, 4ാമത്തെ, യാമേ യാമത്തിൽ, അതായത് അവസാനത്തെ യാമമാണ്. തുരീയ യാമം എന്ന് പറഞ്ഞാൽ അവസാനത്തെ യാമം തീരാറായി, രാത്രി കഴിയാറായി, വെളിച്ചാവാൻ കാലം ആവാറായപ്പോൾ തുരീയേ യാമേ. കാചിത് യുവതി സമാലക്ഷ്യത, കാചിത് ഏതോ ഒരു യുവതി ഭഗവാന്റെ മുമ്പിൽ അല്ലെങ്കിൽ സ്വപ്നത്തിൽ കാണപ്പെട്ടു. തേന സമാലക്ഷ്യത, ആ കൃഷ്ണനാൽ കാണപ്പെട്ടു. കൃഷ്ണൻ സ്വപ്നത്തിൽ ഒരു പെൺകുട്ടിയെ കണ്ടു. അതാണ് യുവതി. യുവതി തനി പെൺകുട്ടിയല്ല, കുറച്ച് യൗവനത്തിലേക്കൊക്കെ കടന്നവളായ ഒരു സ്ത്രീയെ കണ്ടു. അത് എങ്ങനെയുള്ള സ്ത്രീയായിരുന്നു? ആ സ്ത്രീയുടെ വർണ്ണനയാണ് ബാക്കിയുള്ള വാക്കുകൾ. അനർഘരത്നാഭരണാഭിരാമ എന്നുള്ളതും കൽഹാരഹാരം ഉരസാവഹന്തി എന്നുള്ളതും യുവതിയുടെ വിശേഷണമാണ്. എന്താണ് അനർഘരത്ന ആഭരണ അഭിരാമ എന്ന് പറഞ്ഞത്? അനർഘം എന്ന് പറഞ്ഞാൽ ബഹുമൂല്യം, വളരെ വിലപിടിപ്പുള്ള, പെട്ടെന്നൊന്നും സാധാരണക്കാർക്കാർക്കും സ്വന്തമാക്കാൻ പറ്റാത്ത അത്രയ്ക്ക് വില പിടിച്ച രത്നങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. അനർഘ രത്ന ആഭരണം, ആ രത്നങ്ങളെ കൊണ്ട്, ആഭരണങ്ങൾ ധരിച്ചിട്ടുള്ളത് കൊണ്ട്, അഭിരാമ സുന്ദരിയായിട്ടുള്ളവളും. രത്നാഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില ആഭരണങ്ങളുണ്ട്. കൽഹാരമാലാം ഉരസാവഹന്തി, കൽഹാരം എന്നുള്ളതിന് മുത്ത് എന്നർത്ഥമുണ്ട്. പൂക്കൾ ഏതെങ്കിലുമൊക്കെ അർത്ഥമായിട്ട് വരും തോന്നുന്നു. നല്ല ചുവന്ന നിറമുള്ള പൂക്കളെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൽഹാര മാലാം ഉരസാവഹന്തി, ഒരു കൽഹാരമാല കഴുത്തിൽ ഇട്ടിട്ടുണ്ട്. മറ്റ് മാലകൾ അല്ലെങ്കിൽ ആഭരണങ്ങൾ, മുത്തു പതിച്ച വളകൾ ഉണ്ടാവാം, നെക്ലസ് പോലെയുള്ളത്, കമ്മൽ, അങ്ങനെയുള്ള പലതരത്തിലുള്ള വിവിധ രത്നാഭരണങ്ങൾ ധരിച്ചിട്ടുള്ളവളായ ഒരു പെൺകുട്ടി ഭഗവാന്റെ സ്വപ്നത്തിൽ വന്നുപെട്ടു. അവൾ ഭഗവാൻ എപ്പോഴാണ് കണ്ടത്, സ്വപ്നത്തിൽ എപ്പോഴാണ് കണ്ടത് എന്നാണെങ്കിൽ രാത്രി തീരാറായപ്പോൾ അവസാനത്തെ യാമത്തിലാണ് കണ്ടത്. അപ്പോൾ സ്വപ്നത്തിനെ പറ്റിയിട്ട്, സ്വപ്നം പല വിധത്തിൽ സംഭവിക്കാം എന്ന് വ്യാഖ്യാതാവ് പറയുകയാണ്. 7 തരത്തിൽ സ്വപ്നം പതിവുണ്ട്. ദൃഷ്ടശ്രുത അനുഭൂതശ്ച പ്രാർത്ഥിത കൽപ്പിതസ്തഥാ ഭാവിജോ ദോഷദശ്ചേതി സ്വപ്ന സപ്തവിധ സ്മൃത. 7 തരത്തിൽ സ്വപ്നങ്ങൾ സംഭവിക്കാറുണ്ട് അത്രേ. ഏതൊക്കെയാണ്? ദൃഷ്ട, നമ്മൾ കണ്ടുപോയതായ കാര്യങ്ങളെ പറ്റിയിട്ട് ആവർത്തിച്ച് നമ്മൾ വീണ്ടും അത് കാണുന്നതായിട്ടോ അത് അനുഭവിക്കുന്നതായിട്ടൊക്കെ സ്വപ്നം കാണാറുണ്ട്. ഇനി കേട്ടതിനെ ദൃശ്യമായിട്ട് നമ്മൾ സ്വപ്നത്തിൽ കാണാറുണ്ട്. അനുഭൂതം, സ്വയം അനുഭവിച്ചത്, നമ്മളായിട്ട് അനുഭവിച്ചത് വീണ്ടും സ്വപ്നത്തിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥിതം, കൽപ്പിതം. പ്രാർത്ഥിതം എന്ന് വെച്ചാൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചത്, ഭഗവാനോട് പ്രാർത്ഥിച്ചത് നടന്നതായിട്ട്. കൽപ്പിതം എന്ന് പറഞ്ഞാൽ മോഹിച്ചതായിട്ട്. ഇപ്പോൾ ചില സാധനങ്ങൾ കാണാതെ ആയിപ്പോയി എന്ന് നമ്മൾ വിചാരിക്കും, അത് സ്വപ്നത്തിൽ കണ്ടതായിട്ട് കാണുകയും ചെയ്യും. അതൊക്കെയാണ് ഈ പ്രാർത്ഥിതവും കൽപ്പിതവുമൊക്കെ. ഇനി ഭാവിജം ദോഷദം എന്നു പേരുള്ള 2 തരത്തിൽ കൂടി സ്വപ്നങ്ങൾ വരാറുണ്ട്. ചിലപ്പോൾ സ്വപ്നങ്ങൾ ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ കാണിച്ചു തരും അത്രേ, അതാണ് ഭാവിജം. അടുത്തത് ദോഷദം,
ദോഷങ്ങൾ എന്തെങ്കിലും സംഭവിക്കാനുണ്ടെങ്കിൽ അതും സ്വപ്നം വഴി നമുക്ക് മനസ്സിലാക്കി തരാറുണ്ട് എന്നിങ്ങനെ 7 തരത്തിലുള്ള സ്വപ്നങ്ങൾ സംഭവിക്കാറുണ്ട് മനുഷ്യർക്ക്. അപ്പോൾ അതിൽ ഏത് തരത്തിലാണ് എന്നുള്ളത് വരാൻ പോകുന്ന എന്തോ ഒരു കാര്യത്തിൻ്റെ സൂചകമാണ്. ഇവിടെ ഒരു കന്യകയെയാണ് സ്വപ്നത്തിൽ കണ്ടത്, ഒരു സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയാണ് കണ്ടത് എന്നുള്ളത് കൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ലഭിക്കും എന്ന് പറയുന്നുണ്ട്. അതിന് ഓരോ സ്വപ്നത്തിനും ഓരോ തരത്തിലുള്ള ഫലങ്ങളുണ്ട്. എന്തൊക്കെ സദ്ഫലങ്ങളാണ് കിട്ടുക? നല്ല വാക്കുകൾ കേൾക്കാൻ പറ്റും, സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളെ, കന്യകകളെ കിട്ടും, അരി കിട്ടും, അതാണ് തണ്ടുലം, ദുഗ്ധം, പാല് തുടങ്ങിയിട്ടുള്ളതൊക്കെ ലഭതയെ സമുപൈദിതം മഹാലക്ഷ്മി. നല്ല സ്വപ്നങ്ങളെ കൊണ്ട് ഇതെല്ലാം ഐശ്വര്യം വന്ന് ഭവിക്കുകയും ചെയ്യും. ഇതൊക്കെ സ്വപ്നത്തിൻ്റെ ചില ഫലങ്ങളായിട്ട് വ്യാഖ്യാതാക്കൾ പറയണതാണ്. ഇനി എന്താണ് വരാൻ പോകുന്ന ഫലം എന്താണ് എന്നുള്ളതാണ് കവി അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. രാത്രി ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്വപ്നത്തിൽ തന്നെ ഭഗവാൻ അവളോട് സംസാരിക്കുകയാണ്. നമുക്ക് 36-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. കല്യാണികാത്വം കുത ആഗതിസ്തേ കിം വാ നിമിത്തം മദനുഗ്രഹസ്യ ദോഷോ ന ചേത് കോപി വദേത്യുദാരം തേനോദിദാസാ തമവോചദേവം. ആദ്യം പദച്ഛേദം നോക്കാം. കല്യാണി കാ ത്വം കുത ആഗതി തേ കിം വാ നിമിത്തം മദനുഗ്രഹസ്യ ദോഷ ന ചേത് കഃ അപി വദ ഇതി ഉദാരം തേന ഉദിതാ സാ തം അവോചത് ഏവം. നിറച്ച് ചെറിയ ചെറിയ വാക്കുകൾ ഇങ്ങനെ കൂട്ടിച്ചേർത്തുകൊണ്ട് സമസ്ത പദങ്ങൾ ഉണ്ടാക്കിയതായ സമസ്ത പദങ്ങൾ കൊണ്ടുണ്ടാക്കിയതായ ഒരു ശ്ലോകമാണ്. ആദ്യത്തെ വരിയിലൊന്നുമില്ല, സംഭാഷണമാണ്. ഭഗവാൻ സ്വപ്നത്തിൽ ആ പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, യുവതിയോട് ചോദിക്കുകയാണ്, കല്യാണി കാ ത്വം, മംഗളകാരിണിയായിട്ടുള്ള പെൺകുട്ടി നീ ആരാണ്? കാ ത്വം. അതുപോലെ തന്നെ തേ ആഗതി കുത, നീ എവിടെ നിന്നാണ് വരുന്നത്? കസ്മാത് ദേശാത് ആഗച്ഛതി, നീ ഏതൊരു പ്രദേശത്ത് നിന്നാണ് ഇവിടേക്ക് വന്നത്? ഇത് 2-3 ചോദ്യങ്ങളാണ്. അടുത്തത് ഒരു ചോദ്യമാണ്, മദനുഗ്രഹസ്യ നിമിത്തം കിം വാ, എൻ്റെ അടുത്തേക്ക് വരണത് എൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാവുമല്ലോ, ആ അനുഗ്രഹത്തിൻ്റെ ആവശ്യം എന്താണ്? ഇത് 3ഉമാണ് പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങൾ. ഒന്നാമത്തെ 1ഉം 2ഉം വരിയിൽ കൊടുത്തിരിക്കുന്നത്. സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി നീ ആരാണ്? എവിടെ നിന്നാണ് വരണത്? എന്താണ് എൻ്റെ അടുത്തേക്ക് വരാൻ കാരണം? എൻ്റെ അനുഗ്രഹത്തിൻ്റെ ആവശ്യം എന്താണ്? എന്നിട്ട് പറയാണ്, കോപി ദോഷ ന ചേത്, വേറെ ദോഷങ്ങളൊന്നും ഇല്ല എങ്കിൽ. എന്താണ് ദോഷം എന്ന് പറഞ്ഞാൽ? പരപുരുഷന്മാരെ കാണുക, പരപുരുഷന്മാരോട് സംസാരിക്കുക എന്നുള്ളതൊക്കെ ചിലപ്പോൾ ഒരു ദോഷമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നീ ഒന്നും പറയണ്ട. അല്ല, അതൊരു ദോഷമായിട്ട് അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നീ എനിക്ക് മറുപടി തരൂ എന്നാണ് പറയണത്. കോപി ദോഷ ന ചേത് വദ, എന്നോട് മറുപടി പറയൂ, നീ എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയൂ. ഇതി ഉദാരം തേന ഉദിതാസ, വളരെ ഉദാരമതിയായിട്ട്, വളരെ സ്നേഹത്തോടു കൂടിയിട്ട്, വിനയത്തോടു കൂടിയിട്ട്, എടുത്തുചാട്ടമൊന്നും ഇല്ലാതെ, അതാണ് ഉദാരം എന്നുള്ള വാക്ക് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അതായത് പൊതുവെ പരസ്പരമുള്ള സംഭാഷണങ്ങളിൽ ഒരു ഉദാരത, ഒരു പൊളൈറ്റ്നെസ് എന്ന് പറയാം, അത് സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. മറ്റുള്ളവർക്ക് നമ്മളോടുള്ളതായ ബഹുമാനം വർദ്ധിക്കാൻ അത് കാരണമാവും. അവർക്ക് തുറന്ന് പറയാനുള്ളൊരു സാധ്യതയും ഈ ഉദാരത ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ശ്രീകൃഷ്ണൻ ഒരു പുരുഷനും സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നത് ഒരു പെൺകുട്ടിയുമാണെന്നുള്ളത് കൊണ്ട് ആ പെൺകുട്ടിയോട് വളരെ സൗമ്യമായിട്ട്, വളരെ താഴ്മയോട് കൂടിയിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഉദാരം തേന ഉദിതാസ, അപ്രകാരം കൃഷ്ണനാൽ ചോദിക്കപ്പെട്ടവളായ അവൾ തം ഏവം അവോചത്, ശ്രീകൃഷ്ണനോട് ഇപ്രകാരം മറുപടി പറഞ്ഞു. അപ്പോൾ സ്വപ്നത്തിൽ കണ്ട പെൺകുട്ടിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ആരാണ്, എന്താണ്, എന്തിനാ ഇവിടെ വന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയണം, ചോദ്യം വളരെ താഴ്മയോടും സൗമ്യമായിട്ടും ഒക്കെ ആയിരുന്നു. അത് കേട്ടപ്പോൾ ആ സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി തൻ്റെ കാര്യങ്ങൾ ഭഗവാനോട് പറയാൻ തുടങ്ങി. അത് അടുത്ത ശ്ലോകത്തിലാണ് പറയണത്. ആരാണ് വരണത് എന്നുള്ളത് അടുത്ത ദിവസം പറയാം. നമുക്കിപ്പോൾ ഈ 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം.
അനർഘരത്നാഭരണാഭിരാമ കൽഹാരമാലാമുരസാ വഹന്തി സ്വപ്നെ സമാലക്ഷ്യത തേന കാചിത് യാമേ തുരീയേ യുവതിർനിശായാ കല്യാണികാ ത്വം കുത ആഗതിസ്തേ കിം വാ നിമിത്തം മദനുഗ്രഹസ്യ ദോഷോ ന ചേത് കോപി വദേത്യുദാരം തേനോദിതാ സാ തമവോച ദേവം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.